പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചിന്താവചനം എന്ന വചന ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ഇന്ന് ധ്യാനിക്കുന്ന ദൈവവചനം ലൂക്കാ സുവിശേഷത്തിലെ 4-ാം അധ്യായത്തിലെ 27-ാമത്തെ വചനമാണ്. ഈശോ തൻ്റെ വളർച്ചയുടെ ഒരു കാലഘട്ടം ചെലവഴിച്ച നസ്രത്ത് എന്ന പട്ടണത്തിലെ ഒരു സിനഗോഗിൽ വെച്ച് അവിടെ കൂടിയിരുന്ന യഹൂദജനങ്ങളോട് അവരുടെ ആ ഇടുങ്ങിയ ചിന്താഗതിയിലൂടെ വളരുന്ന വിശ്വാസത്തെ പിടിച്ചുലക്കുന്ന ഒരു സംഭവം പഴയ നിയമഗ്രന്ഥത്തിൽ നിന്നും ഉദ്ധരിക്കുകയാണ് ഇവിടെ. രക്ഷ യഹൂദർക്ക് മാത്രം. ദൈവമക്കൾ എന്ന മഹനീയ സ്ഥാനത്തിന് അർഹരായവർ യഹോവയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രം എന്ന ഒരു ചിന്താസരണിയിലൂടെ സഞ്ചരിക്കുന്നവരായിരുന്നു എക്കാലത്തെയും ഇസ്രായേൽ ജനം. എന്നാൽ തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും രക്ഷിക്കുന്ന ആ ദൈവത്തിൻ്റെ സുവിശേഷം അറിയിക്കാനാണ് തന്നെ അയച്ചിരിക്കുന്നത് എന്ന വാർത്ത യെശയ്യായുടെ ഗ്രന്ഥം സാക്ഷ്യമാക്കി ഈശോ അസന്നിഗ്ധമായി ഇവിടെ പ്രഖ്യാപിക്കുന്നു. രക്ഷ വിജാതീയർക്കും സംലഭ്യമാണ് എന്ന് യഹൂദ പ്രമാണികളെ ഓർമ്മപ്പെടുത്താൻ എലീശ പ്രവാചകൻ്റെ കാലത്ത് സംഭവിച്ച ഒരു രോഗസൗഖ്യത്തിൻ്റെ കാര്യം യേശു അവരോട് പറഞ്ഞു. ആ വചനമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ലൂക്ക 4:27 യേശു പറഞ്ഞു, എലീശ പ്രവാചകൻ്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരിൽ സിറിയാക്കാരനായ നാമാനല്ലാതെ മറ്റാരും സുഖപ്പെട്ടിട്ടില്ല. കർത്താവിൻ്റെ അനന്തമായ കരുണയും നിസ്സീയവുമായ ശക്തിയും മാനവരാശി മുഴുവനും അർഹരാക്കേണ്ടതാണ്. കർത്താവിൻ്റെ അനന്തമായ കരുണയും നിസ്സീയവുമായ ശക്തിക്കും മാനവരാശി മുഴുവനും അർഹരാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഈ രോഗസൗഖ്യം. കാരണം ദൈവത്തിൻ്റെ സ്വന്തം ദേശമെന്ന് യഹൂദർ അഹങ്കരിച്ചിരുന്ന ഇസ്രായേലിൻ്റെ നിത്യ ശത്രു രാജ്യമായിരുന്നു സിറിയ. ആ സിറിയയിലെ ലക്ഷക്കണക്കിന് പട്ടാളക്കാരുടെ സൈന്യാധിപനായിരുന്നു ധീരനും പരാക്രമിയുമായിരുന്ന നാമാൻ. എന്നാൽ നാമാൻ കുഷ്ഠരോഗത്തിനടിമയായിരുന്നു. നാമാൻ്റെ ഭാര്യയുടെ പരിചാരികയായ ഒരു ഇസ്രായേൽ പെൺകുട്ടിയാണ് തൻ്റെ യജമാനായ നാമാൻ ഇസ്രായേലിലായിരുന്നെങ്കിൽ ഞങ്ങളുടെ പ്രവാചകൻ വഴി ഈ കുഷ്ഠരോഗം മാറുമായിരുന്നു എന്ന് അവരോട് പറഞ്ഞത്. അങ്ങനെ നാമാൻ ഇസ്രായേലിലെ എലീശ പ്രവാചകനെ കാണാൻ പോകുന്നത്. എലീശ പ്രവാചകൻ പറഞ്ഞതുപോലെ ജോർദാൻ നദിയിലിറങ്ങി 7 പ്രാവശ്യം മുങ്ങിയപ്പോൾ സൗഖ്യം പ്രാപിച്ചതും ശരീരം ഒരു ശിശുവിൻ്റെ പോലെയായതും. ഇസ്രായേലുമായി സിറിയ യുദ്ധം ചെയ്തപ്പോൾ അടിമയാക്കി കൊണ്ടുപോകുന്ന ആ ഇസ്രായേൽ പെൺകുട്ടി വഴി വിജാതീയനായ നാമാനെ കുഷ്ഠരോഗത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവം എലീശ പ്രവാചകനെ അയച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ രക്ഷ സാർവത്രികമാണ്. അവിടുത്തെ കൃപയുടെ മേൽ യഹൂദനെന്നോ ക്രിസ്ത്യാനിയെന്നോ ഒരു വ്യത്യാസവുമില്ല. ആർക്കും ഒരു കുത്തവകാശവുമില്ല. അതിനാൽ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, അനന്തമായ അങ്ങയുടെ കാരുണ്യാതിരേകത്തിൻ്റെ നീർച്ചാലുകൾ ഞങ്ങളുടെ മേൽ ഒഴുക്കണമേ. ഈശോ നമ്മെ അനുഗ്രഹിക്കും. തീർച്ചയാണ്. ആമേൻ.